ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നല്ലൊരു പാലട പായസം ഉണ്ടാക്കിയാലോ. അതിന് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം, അതായത് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഈ അട ഒട്ടിപ്പോകാതിരിക്കാനാണ്. അതിലേക്ക് ഞാൻ 200 ഗ്രാം അടയാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറത്തേക്ക് നമുക്ക് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഷുഗറും 1 ടേബിൾ സ്പൂണ് നെയ്യുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര നമ്മൾ ബ്രൗൺ കളറാക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. പാലടയ്ക്ക് നല്ലൊരു റോസ് കളർ, അതായത് ഒരു പിങ്ക് കളർ കിട്ടാനും വേണ്ടിയാണ്. നമുക്ക് 2 ലിറ്റർ പാല് അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മുക്കാലും വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പഞ്ചസാര, അതായത് 150 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാവുന്നതാണ്. അട അതിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ പഞ്ചസാരയും അടയും പാലും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 6 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ അതിട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ, അതായത് ഇത് ഒരുപാട് കുറുകി പോകരുത്. ഒരുപാട് കുറുകി പോയാൽ പിന്നെ അത് ഇരിക്കും തോറും അത് പായസം കട്ടിയാവുന്നതാണ്. നമുക്ക് ഒരു ചെറിയൊരു ലൂസ് പരുവത്തിൽ അത് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കി മാറ്റി വയ്ക്കാം. അതൊന്ന് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതും ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 50 ഗ്രാം അണ്ടിപ്പരിപ്പും 20 ഗ്രാം പൈനട്ട്സും 20 ഗ്രാം ആൽമണ്ട്സും ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ പൈനട്ട്സും ആൽമണ്ട്സും ഒക്കെ ഓപ്ഷണലാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുള്ളവർ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പും എല്ലാം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ, അതായത് ഞാൻ 30 ഗ്രാം മുന്തിരിങ്ങയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്ക മുന്തിരിങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക്, അതായത് മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് തിളച്ച് വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷനിലാണ്. ഇതിനൊരു 4-5 തുള്ളി വാനില എസൻസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. നല്ലപോലെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. അന്നേരം എല്ലാം ഒന്ന് നമുക്കൊന്ന് സെറ്റായി കിട്ടും. അതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.